തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്നേഹം എന്നത് പ്രണയമല്ല, ഒരു നല്ല സൗഹൃദമാണ്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ. 25,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസുകൾക്ക് അട്രാക്റ്റീവ് ഗിഫ്റ്റുകളും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് നേടാം ഓരോ സ്വർണ്ണ നാണയവും. കൂടാതെ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും നേടാം. അതും ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ മാത്രം. ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ. വാർത്തകൾ വിശദമായി. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമൃദ്ധി 2025 ത്രിദിന കാർഷിക പഠന പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. വേങ്ങര ടൗണിൽ പോസ്റ്റ് ഓഫീസിന് പരിസരത്തുള്ള വിശാലമായ പന്തലിലാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. വിവിധയിനം ഒട്ടുതൈകൾ, അലങ്കാരച്ചെടികൾ, വിത്ത്, കിഴങ്ങുവർഗം, നാടൻ പച്ചക്കറി, ജൈവവളം, കീടനാശിനി, കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും മണ്ണ് പരിശോധന ക്യാമ്പും കുടുംബശ്രീ ഫുഡ് കോർട്ട് എന്നിവയും ദിവസവും വൈകുന്നേരം വിവിധ കലാപരിപാടികളും നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഈ അടുത്ത് ഇതുപോലെ ഒരു മേള സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്കറിയാം, ഇന്ന് പഴയ പോലെയല്ല. കർഷകരെ സംബന്ധിച്ചിടത്തോളം ത്രിതല പഞ്ചായത്തുകൾ, ഈ ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഒട്ടനേകം പ്രോജക്റ്റുകളൊക്കെ വിഭാവനം ചെയ്ത് അവരെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണിയിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വില അവർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഉന്നമന ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇതുപോലുള്ള നൂതന പ്രൊജക്റ്റായിട്ട് ഈ കാർഷിക മേള ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാർഷിക മേള സംഘടിപ്പിച്ച ബ്ലോക്ക് തന്നെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്താണ്. നമ്മൾ സംഘടിപ്പിച്ചതിന് ശേഷം പല ബ്ലോക്ക് പഞ്ചായത്തിലും ഇതുപോലെയുള്ള പദ്ധതി ആവിഷ്കരിച്ചവരും നമ്മുടെ കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റും വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തും കൂടിയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കർഷകരുടെ ഉന്നമനം അത് എന്നും വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് കർഷകർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പല തരത്തിലുള്ള തോടുകൾക്ക് സൈഡ് കെട്ടല്, ജലസേചന സൗകര്യം ഒരുക്കൽ, അതുപോലെ തന്നെ ജലസേചന പമ്പിങ്, അതുപോലുള്ള ആവശ്യങ്ങൾ ഒരുപാട്. ആനക്കയം കാർഷിക ഫാം മാനേജർ ഇ ജുബൈലെ ക്ലാസ് എടുത്തു. കർഷകർക്കുള്ള വിവിധ ആനുകൂല്യങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ടി.പി. അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഏതെങ്കിലും മില്ലിൻ്റെ വണ്ടി വരും, എല്ലാ അരിച്ചാക്കും നെല്ലിച്ചാക്കും അതിൽ കയറ്റിപ്പോകും. നമ്മൾ ആന്ധ്രയിൽ നിന്ന് വരുന്നതും പഞ്ചാബിൽ നിന്ന് വരുന്ന റൈസ് വാങ്ങി നമ്മൾ വീട്ടിൽ ചോറ് കൊടുക്കും. ഇതിന് മാറ്റം വരും. നമ്മളരി പഴയ കാലത്ത്, എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് അരി കൊയ്തു കൊണ്ട് അവിടെ കുത്തി പുഴുങ്ങി അരിയാക്കി കഴിച്ച് നമ്മൾ പണ്ട് പറയില്ലേ, നമ്മളെ നെല്ലുത്തരിൻ്റെ ചോറ്, നെല്ലുത്തരിൻ്റെ കഞ്ഞി എന്നൊക്കെ പറഞ്ഞൊരു കാലമില്ല. ആ കാലം തിരിച്ചു വരും. ഇതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മുന്നിൽ ഞാൻ മുഴുവൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ വിഭവം നമ്മൾക്ക് തിരിച്ചു വരുന്ന ഒരു കാലമുണ്ടാകട്ടെ, അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി സലീമ ടീച്ചർ, കെ പി ഹസീന ഫസൽ, യു എം ഹംസ, സെലീന കരുമ്പിൽ, ഫസലുദ്ദീൻ തയ്യിൽ, അബ്ദുൾ റഷീദ് കൊണ്ടാണത്ത്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സഫിയ മലേക്കാരൻ, എം സുഹിജാബി, പി സഫീർ ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി.പി.എം. ബഷീർ, സമീറ പുളിക്കൽ, ജാസ്മിൻ അരിമ്പ്ര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പറങ്ങോടത്ത് അബ്ദുൾ അസീസ്, നാസർ പറപ്പൂർ, എ.പി. അസീസ്, മണി കാട്ടകത്ത്, പി.കെ. റഷീദ്, മുൻ പ്രസിഡന്റ് പി.കെ. അസ്ലു, കെ.ടി. അലവിക്കുട്ടി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ.ടി. അബ്ദുൽ നാസർ, വ്യാപാരി നേതാക്കളായ പി. അസീസ് ഹാജി, എം.കെ. സൈനുദ്ദീൻ, ഇ.കെ. സുബൈർ മാസ്റ്റർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എൻ. ജയ്സൽ ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വേങ്ങര.